ഹലോ ഗൈസ്, ഞാനാണ് വൈറ്റ് വാട്ടർ റിസോർട്ട്. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഇത് മൻസൂർ അലി. മൻസൂർ അലിയും വേറെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. അവരെ പരിചയപ്പെടുത്തണ്ടേ? അവരാണ് എൻ്റെ മെയിൻ ഉണ്ണിമാധു. അത് ഉണ്ണിമാധുവിൻ്റെ പൊന്നു. ഉണ്ണിമാധുവും പൊന്നുവുമാണ് എന്നെ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഉണ്ണിമാധുവിനോട് എനിക്ക് വലിയ കാര്യമാണ്. ഉണ്ണിമാധുവിനോട് ഞാൻ എന്നും പറയും, ഉണ്ണി എൻ്റെ വീഡിയോ എടുത്ത് ഉണ്ണിയുടെ ചാനലിലിടാം. ഉണ്ണിക്ക് എന്ത് പറഞ്ഞാലും ഉണ്ണിക്കത് സമ്മതമല്ല. നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവരുന്നതാണ് ഉണ്ണിയുടെ ചാനലിൽ എൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്നെ ഒന്ന് കാട്ടിക്കൊടുക്കുന്നതെന്ന് എന്നും ഞാൻ പറയുന്നതല്ലേ. പിന്നെ എന്താ ഉണ്ണി, എനിക്കിഷ്ടമാണല്ലോ. എങ്കിൽ ശരി എന്നും പറഞ്ഞ് ഉണ്ണി വന്നു. സ്വിമ്മിംഗ് പൂള് കഴുകുന്ന ദിവസമാണേ. പൂള് കഴുകാനായിട്ട് മൺപൂളിലേക്ക് വെള്ളം തുറന്നു വിട്ടു. ഒന്ന് വേഗം വാ ഉണ്ണി. വരുവല്ലേ, ഞാൻ പറഞ്ഞു. സ്റ്റെപ്പ് കയറി വാ, എല്ലാവരെയും കാട്ടിക്കൊടുക്കുക. ഇത്ര നാളായി ഞാൻ പറയുന്നു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കണ്ടോ? വൃത്തിയായി കഴിയുമ്പോൾ കാണാട്ടോ. എല്ലാ പരിസരവും കാണിച്ചു കൊടുക്കുന്നേ. ഇത് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? നീ ചോദിച്ചോ? ചോദിക്കാൻ എന്തിരിക്കുന്നു? കാണുമ്പോൾ അറിയില്ലേ ഭംഗിയുള്ളതാണ്. എങ്കിൽ വാ, നമുക്ക് വാട്ടർ പൂളിലേക്ക് പോകാം. ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണേ ഉണ്ണി. ഉണ്ണിക്ക് ഇറങ്ങി പരിചയമില്ലല്ലോ. ഇല്ല എന്ന് ഞാൻ. എങ്കിൽ പതിയെ വാ, ഞാൻ വീഴാതെ നോക്കിക്കോളാം. ശരി, ഉണ്ണി പറഞ്ഞു. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ഞാൻ ഒഴുകുന്നതെന്ന്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ സൗന്ദര്യം നിങ്ങൾ കാണുന്നുണ്ടോ? എന്ത് ഭംഗിയായിട്ടാണ് ഞാൻ ഒഴുകിപ്പോകുന്നതെന്ന്. ഇങ്ങോട്ട് നോക്ക്. അതെന്താണെന്ന് അറിയുമോ? അതാണ് വാട്ടർഫോൾ. വാട്ടർഫോൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെ ഒരെണ്ണം ആദ്യമായിട്ടാട്ടോ. എന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ല. ഞാനിവിടെ മാത്രമേ ഉള്ളൂ. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണേ. അല്ലേ ഉണ്ണി? ഉണ്ണി സമ്മതം പറഞ്ഞു. അതെ. ഉണ്ണി അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണേ. എന്നെ കണ്ടത് മതി. ഉണ്ണി കൈ പിടിക്കുക. പിടിച്ച് നിൽക്കുണ്ണി. ഉണ്ണിക്ക് ഇതിലെ നടന്ന പരിചയമില്ലല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ച് കയറണേ. പതിയെ കയറിപ്പൊക്കോ. ഈ വള്ളിപ്പടർപ്പിലൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കുണ്ണി. അടുത്ത വീഡിയോയിൽ ഞാൻ കാട്ടിക്കോളാം, ഉണ്ണി പറഞ്ഞു. എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞില്ലേ അലി? വേദനിക്കുന്നു. പതിയെ വേണം കേട്ടോ. പെട്ടെന്ന് കുളിപ്പിക്കുക. ഉണ്ണി വന്നപ്പോഴത്തേനും കുളിപ്പിച്ച് കഴിയണ്ടായിരുന്നോ? ദേ ഉണ്ണിയുടെ പൊന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ടല്ലോ അവിടെ. എവിടെ? ഉണ്ണി ചോദിച്ചു. ദാ, എങ്കിലൊന്ന് കാണണമല്ലോ എനിക്ക്. പൊന്നിന് പെയിൻ്റ് അടിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു നോക്കട്ടെ. ഓ, മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് തെന്നലായോ? കുമ്മായം വിതറണം. ആയിക്കോട്ടെ, വിതറാം. പൊന്നിൻ്റെ അടുത്ത് ചെന്നു. പൊന്നു, പൊന്നു, പെയിൻ്റ് അടിക്കുവാ? പെയിൻ്റ് അടിക്കാൻ അറിയാവോ? അറിയത്തില്ലേ എന്ന് ചോദിച്ച് പൊന്നു എന്നോട് ദേഷ്യപ്പെട്ടു. ഓ, ആയിക്കോട്ടെ, പെയിൻ്റ് അടിക്കാൻ അറിയാമെന്ന് മനസ്സിലായി. ആ കൈ ഒന്ന് കാട്ടിക്കുക. എന്നാൽ പെയിൻ്റ് അടിക്കുന്നവരുടെ കൈ കാണുമ്പോൾ അറിയാം നമുക്ക്. ഒന്ന് കാട്ടു പൊന്നു. ആ, ഇപ്പം മനസ്സിലായി. പെയിൻ്റ് അടിക്കാൻ അറിയാമെന്ന് ഇപ്പം മനസ്സിലായി കേട്ടോ. അപ്പോൾ എങ്ങനെയാ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഗൈസ്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെയും കൂടെ കൂട്ടണേ.